ഉറങ്ങുന്നവനെ മാത്രമേ ഉണർത്താൻ കഴിയൂ, ഉറക്കം നടിക്കുന്നവനെ ഉണർത്താൻ കഴിയില്ല. ഇവിടെ വർഗീയത ശക്തിപ്പെടുത്തി സെൻസേഷണലായി എല്ലാ പ്രശ്നങ്ങളിലും വർഗീയത കുത്തിച്ചെലുത്തി എങ്ങനെയാണ് കേരളത്തിൽ ഈ വർഗീയ വിഭജനം ഉണ്ടാക്കാനാവുക? ഇതിനു വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണല്ലോ RSSും BJPയും കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവർക്ക് നിയന്ത്രണമുള്ള ക്ഷേത്രങ്ങളിൽ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും നാലമ്പല യാത്ര, അതുപോലെ ഭാഗവത സപ്താഹ യജ്ഞം, അതുപോലെ രാമായണ പാരായണം, വർഗീയ പ്രഭാഷണം, ഇതെല്ലാം വ്യക്തമായ ഉദ്ദേശത്തോടെ അവർ നടത്തുന്ന ആക്ഷേപം സാർവത്രികമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഹിന്ദു വിഭാഗത്തെ വർഗീയവൽക്കരിക്കുന്നതിന് വേണ്ടി നടത്തുന്ന നീക്കങ്ങൾക്ക് കേരള ഗവൺമെന്റ് നടത്തുന്ന ഈ ഒരു പുതിയ ശ്രമം അവർക്ക് വിലങ്ങുതടിയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് അവർ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് പന്തളത്ത് പ്രത്യേകമായ നിലക്കുള്ള ഒരു സംഗമം നടത്തുമെന്ന് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ അതിനെ പരാജയപ്പെടുത്തേണ്ടത് കോൺഗ്രസും ലീഗും അതുപോലെ തന്നെ ഈ നാട്ടിലുള്ള വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലെ മതനിരപേക്ഷവാദികൾ ആകെ ഒറ്റക്കെട്ടാണ്. ഇവിടെ കേരളത്തിലെ ഈ പറയുന്ന ആരാധനാലയങ്ങളെ ഭരിക്കാൻ നിശ്ചയിച്ചിട്ടുള്ളത് കേരളത്തിലെ ഗവൺമെന്റിനെയാണല്ലോ, ജനങ്ങൾ തെരഞ്ഞെടുത്തതല്ലേ. അവിടെ ഇത്തരം കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്യുമ്പോൾ വിഭാഗീയ താല്പര്യങ്ങളോടെ മറ്റൊരു സ്ഥലത്ത് സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നതിനെ കോൺഗ്രസ് ഉൾപ്പെടെ രാഷ്ട്രീയ പാർട്ടികൾക്കപ്പുറം ഇതിൽ വലിയ റോളുള്ള രണ്ട് സംഘടനകളുണ്ട്. പ്രകാശൻ മാസ്റ്റർ, ഇപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമത്തെ ഇത്രയും സ്വീകാര്യമായ ഒന്നാണ് എന്ന നിലയിൽ നിങ്ങൾക്ക് പോലും അവതരിപ്പിക്കാൻ കഴിയുന്നത് NSSന്റെയും SNDPയുടെയും പിന്തുണയോടെയാണ്. പന്തളം സംഗമത്തിന്റെ മുന്നിൽ കഥ കടയ്ക്കുകയാണ് വേണ്ടത്. കണിച്ചുകുളങ്ങരയിൽ നിന്നുള്ള ഈ പറയുന്ന SNDPയുടെ നേതാവായാലും അതുപോലെ തന്നെ പെരുന്നയിലുള്ള NSSന്റെ നേതാവായാലും NSSും SNDPയും വാതിലടച്ചാൽ പന്തളം സംഗമം എന്ന് പറയുന്നത് വെറും കടലാസുപുലി മാത്രമാകും.